അപ്പോൾ ഹലോ, വെൽക്കം ടു ഹോമ ഷാപ്പിൻസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പ്ര പീക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൃദയ തടാകം അല്ലെങ്കിൽ ലവ് ലേക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എത്തും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചിനും അനന്തും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയി ബാക്കി വിശേഷങ്ങൾ വീഡിയോ കൂടെ തന്നെ കാണാം. ചെമ്പ്ര പീക്കിലോട്ടുള്ള യാത്ര നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. വയനാട്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന പീക്കുകളിലൊന്നാണ് ചെമ്പ്ര പീക്ക്. അതായത് ഏകദേശം 6800 ഫീറ്റ് എബോ സീ ലെവൽ. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2100 മീറ്ററോളം ഈ പറയുന്ന ചെമ്പ്ര പീക്കിൻ്റെ ഉയരം വരും. വെസ്റ്റേൺ ഗട്ട്സിൽ തന്നെ ടോപ്പ് മോസ്റ്റ് പീക്സിലും ഈ പറയുന്ന ചെമ്പ്ര പീക്ക് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹില്ലിൻ്റെ ഏറ്റവും മുകളിൽ ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെന്ത് മരമാടാ? ആൽമരം വല്ലാണോ? നീ കണ്ടിട്ട് ഇല്ലല്ലോ. ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ആൽമരമൊന്നുമല്ല, ആൽമരത്തിന്റെ ടൈപ്പ് മരങ്ങളാന്ന് തോന്നുന്നു. ഇത് കൂടുതലേ ഇങ്ങനെ മരങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന സൺലൈറ്റ് കൂടുതൽ അബ്സോർവ് ചെയ്യില്ല. കുറെ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്പൊ ഇലകളും കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ സൺലൈറ്റ് കൂടുതൽ അബ്സോർവ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഫുഡ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെയുള്ള മരങ്ങളുടെ ബേസിക് സാധനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്കിട്ടോ നമ്മൾ കാണാത്ത കുറെ പൂവും ചെടിയും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ പൂവാട്ടോ നമുക്ക് ഈ മരത്തിൽ നിന്ന് ഇത് പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ തലയിൽ കൂടെ പൊഴിഞ്ഞു കൊണ്ടിരിക്കുക. ഇതിൻ്റെ ട്രക്കിങ്ങിൻ്റെ ജേണി ഒഫീഷ്യലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നടക്കാൻ പ്രയാസമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഈ ഇവിടം വരെ വന്നാലും മതി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ പോയിട്ട് അവർ തിരിച്ച് മടങ്ങിയാണ് സാധാരണ ചെയ്യാറ്. അല്ല ലവിലേക്ക് കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഇത്തരം സ്ഥലങ്ങളിലൂടെ ട്രക്കിംഗ് ഉണ്ട്. അത് സഞ്ചരിച്ചിട്ട് നമുക്ക് മുകളിൽ പോയി ഈ പറയുന്ന ഹൃദയ തടാകം കണ്ട് മടങ്ങാൻ പറ്റും. ഞങ്ങൾ കറക്റ്റ് ഉച്ചയായപ്പോഴാട്ടോ. ഇപ്പോൾ ഇവിടെ 12 മണി സമയമായി. നോക്കി, സൂര്യൻ തൊട്ട് മുകളിലാണ്. ഇവിടുത്തെ മണ്ണ് അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാറിങ് കഴിഞ്ഞിട്ട് റോഡിൽ പൊടി വിതറത്തില്ലേ, അതുപോലെ ഇതിന് മുകളിൽ മണ്ണുള്ളത്. ഇപ്പോൾ സ്മൂത്തായിട്ടുള്ള ഹീൽസ്, നമ്മുടെ ഷൂസിൻ്റെ ഗ്രിപ്പ് സ്മൂത്തായിട്ടുള്ളതാണെങ്കിൽ ഈ തെന്നി പോവും. സ്ലിപ്പേഴ്സ് സ്മൂത്തായിട്ടുള്ള ഷൂസിൻ്റെ ഗ്രിപ്പൊക്കെ ഇട്ടുകൊണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കയറാൻ പ്രയാസം. ആ പോകുന്ന മലയും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹൃദയ തടാകത്തിൻ്റെ വ്യൂ പോയിന്റിലോട്ട് എത്താൻ പറ്റും. ഇവിടെ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. അതുകൊണ്ട് സച്ചിനും എടുത്തു, അനന്തവും എടുത്തു. ഇവിടെ വരുന്ന ആൾക്കാർ ആരായാലും ഒരു വെള്ളം കൊണ്ടുവരണം, അല്ലാണ്ട് നമുക്ക് ഒരു നികക്കളി ഉണ്ടാവില്ല. അതും പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരരുത്. പ്ലാസ്റ്റിക് കുപ്പി ആണെങ്കിൽ ഒരു 50 രൂപയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് അവർ തരും. നമ്മൾ ആ പേയ്മെൻറ്റ് പേ ചെയ്തതിന് മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൂടെ നേരത്തെ നിലമടിച്ചില്ല. ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ അവൻ ഭയങ്കര സ്ലോ ആണ്. കയറാൻ പോയി അവന് ആസ്വദിക്കാൻ പോവുക. ഈ സ്ഥലം വളരെയധികം ഫോറസ്റ്റ് ഫയർ പ്രോൺ ഏരിയ. അതുകൊണ്ട് ഇതിവിടെയൊക്കെ കത്തിക്കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് ലൈറ്റേഴ്സ്, സിഗരറ്റ്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ ആരെങ്കിലും ഹൈഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസൊക്കെ എടുക്കുന്നതാണ്. ഇവിടെ വരുന്ന ആൾക്കാർ അതൊക്കെ സൂക്ഷിക്കുക. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. അപ്പം ഇവിടെ ഈ വെള്ളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ ഈ വെള്ളം കിട്ടിയത് ഭയങ്കര ഒരു ആശ്വാസമായി. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഭയങ്കര കുറവാണ്. എങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് റീഫിൽ ചെയ്യാം. ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, അത്രയ്ക്ക് പ്യൂറായിട്ടുള്ള വെള്ളം. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും ബെറ്റർ രാവിലെ കയറുന്ന കേട്ടോ. ആരും 12 മണിക്ക് ശേഷം കയറരുത്. ചെമ്പ്ര പീക്ക് നമ്മൾ കയറി തുടങ്ങും തൊട്ട് ഈ പറയുന്നതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ കുറേ കവർ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അതായത് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഈ പറയുന്ന കുറേ സ്ഥലം കാണാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട്. അപ്പോൾ ഈ സ്ഥലത്തു നിന്ന് നമുക്ക് ഈ പറയുന്ന കുറേ ക്ലൗഡ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സ്കൈ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ. അപ്പം ഓരോ സമയത്ത് ഇപ്പം ഞങ്ങൾ കയറിയപ്പോൾ ഉച്ചയായി, എങ്കിൽ പോലും അതിൻ്റെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കിവിടെ നിന്നൊരു ചേട്ടനെ കിട്ടി. ഈ ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. അപ്പം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പം
ഈ പറയുന്ന പല സമയങ്ങളിലുള്ള ഈ പറയുന്ന ചെമ്പ്ര പീക്കിൻ്റെ ഭംഗിയാണ് ആൾ നമ്മളടുത്ത് പറഞ്ഞു തന്നത്. അതായത് ഇത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഏർലി മോർണിംഗിൽ ഇവിടെ വരുന്നതാണ്. അതായത് ഒരു 6 മണി 7 മണി സമയത്ത് ഭയങ്കര ഭംഗിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസ്റ്റ് ആൾക്കാരെ ഇവർ ആ സമയത്ത് കടത്തി വിടത്തില്ല. അതിൻ്റെ കാര്യം ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് ഇവിടെ ആനകളോ അല്ലെ വന്യജീവികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇവർ വന്ന് നോക്കി ഇവിടെ ഇപ്പോൾ ആനയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, താഴെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറയും. അതിന് ശേഷമേ ഇവിടുന്ന് പാസ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എക്സ്ട്രീം ബ്യൂട്ടി ഇത് കാണാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞ സമയത്ത് കോടയൊക്കെ ഇറങ്ങുവാണെങ്കിൽ ആ പറഞ്ഞ ആ എക്സ്ട്രീം ബ്യൂട്ടി നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ റെയറായിട്ട് അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മളൊന്ന് കയറണം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കാലം ആകുന്ന സമയത്ത് ഈ പറയുന്ന റോഡുണ്ടാവില്ല, ഭയങ്കര സ്ലിപ്പറിയാവും. അപ്പോൾ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ് ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മുട്ടുതന്നെ ഉണ്ടല്ലോണം മുട്ടുതന്നെയാവൂലേ? ചേട്ടൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദിവസം കയറിക്കൊണ്ടിരുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിട്ടിപ്പോൾ 2 ദിവസം ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കയറുമ്പോൾ ഭയങ്കര പ്രയാസമാണെന്നാണ്. നമ്മൾ കണ്ട തടാകത്തിന് നമ്മൾ ആക്ച്വലി ഒരു വളരെ അടുത്തു നിന്നല്ല, നമ്മൾ ആക്ച്വലി കുറച്ച് ദൂരം വിട്ടു നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാർട്ട് ഷേപ്പ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോയി നിൽക്കണം. പക്ഷേ ഈ ചെമ്പ്ര ഈ ഹൃദയ തടാകത്തിന് അടുത്തറിയണമെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. അപ്പം കുറച്ച് മുന്നോട്ട് നമ്മൾ വേറൊരു വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചെമ്പ്ര ലേക്കിൻ്റെ തൊട്ടടുത്ത് എത്താൻ സാധിക്കും. ശരിക്കും അതായത് നമ്മളൊരു മല കയറി മുകളിലെത്തുമ്പം അവിടെ ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള എന്താ പറയുക ഒരു തടാകം, പണ്ട് കഥപുസ്തകങ്ങളിലൊക്കെ കേട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസം പോലെയാണ് എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ തോന്നുന്നത്. ചുറ്റും മല, അതിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു സ്ഥലം, അതിൻ്റെ ഏറ്റവും നടുക്കായിട്ടൊരു ഹൃദയത്തിൻ്റെ ഷേപ്പിലൊരു തടാകം. അത് ആക്ച്വലി വേറൊരു സമയത്താണെങ്കിൽ അത് നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു തടാകമായിട്ടാണ്. അപ്പോൾ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ നിങ്ങളിത് വന്ന് വിസിറ്റ് ചെയ്യണം, ഈ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണം. എന്തൊക്കെയായാലും ചെമ്പ്ര പീക്ക് എനിക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു, വളരെ സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾക്ക് കിട്ടിയൊരു ഗൈഡ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. മൂപ്പരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. കാര്യം നമുക്ക് എപ്പോഴും നമുക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടണമെന്നില്ല. അപ്പം മൂപ്പര് പറഞ്ഞു തന്ന കുറേ കാഴ്ചകളും ഇതിൻ്റെ അപ്പുറത്തുള്ള കുറേ പ്രതിഭാസങ്ങൾ. മൂപ്പര് രാവിലെ വരുന്ന സമയത്ത് ഇവിടെ ആനയൊക്കെ കാണാറുണ്ട്. അപ്പം ഇവർ ടെൻ്റ് അടിച്ച് താഴെ താമസിക്കുന്നുണ്ട്. അപ്പം ഇതിലെ രാത്രിയിലെ കാഴ്ച നമ്മളൊന്നും ഇത് എക്സ്പീരിയൻസ് ഇല്ല, ഈ പറയുന്ന മൂപ്പര് പറയുന്ന കഥയിൽ നിന്ന് മാത്രമാണ് കേൾക്കുന്നത്. അപ്പം എനിക്കെന്താ ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഏർലി മോർണിംഗിൽ ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ച് നിൽക്കണം. ഈ പറയുന്ന കാണാത്ത കേട്ടുകളിൽ മാത്രമായി ഈ കാര്യങ്ങളൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. പക്ഷേ സാധിക്കുമെന്ന് ഒരിക്കലും അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിനെ ഒരു 2-3 പ്രാവശ്യങ്ങൾ വിസിറ്റ് ചെയ്യും. എനിക്ക് എന്തായാലും മഴക്കാലത്ത് എത്ര സ്ലിപ്പറി ആയാലും കുഴപ്പമില്ല. എനിക്ക് ആ പറയുന്ന ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ കാഴ്ച എന്തായാലും ഒന്നും കൂടെ കാണണം. എൻ്റെ സങ്കല്പങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ മേഘങ്ങൾക്കിടയിലെ ഈ വിസ്മയം എന്നെന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കും.